ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ 1,00,000 സബ്സ്ക്രൈബർ 1,00,000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം 5 വർഷത്തെ ജേണി ആയിരുന്നു. അതിലത് ഇപ്പോഴാണ് 1,00,000 സബ്സ്ക്രൈബർ ആയത്. അപ്പോൾ ഞാൻ ഗാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ എൻ്റെ വീട് അറിഞ്ഞത്, വണ്ടിയിൽ വെച്ചിട്ടാണ് അറിഞ്ഞത്. കാറിൻ്റെ ഇത് കാറിൽ വെച്ചിട്ടാണ് അറിഞ്ഞത് 1,00,000 സബ്സ്ക്രൈബ് ആയ കേസ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഗാരേജിലിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ നിങ്ങളുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുന്നേ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇപ്പോൾ ഏകദേശം ഒരു 80 സബ്സ്ക്രൈബർ നിൽക്കുമ്പോൾ എടുത്ത 80-200 സബ്സ്ക്രൈബർ നിൽക്കുമ്പോൾ എടുത്തിട്ട വീഡിയോസാണ്. പക്ഷേ ഇത് 1,00,000 തികഞ്ഞ് കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഗാരേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷേ അവിടെ ഇപ്പോൾ ഇന്നൊരു വണ്ടി ഡെലിവറി ചെയ്യാനുണ്ട്, അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ നമുക്ക് നാളെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനും കൂടി ഉണ്ട്. അപ്പോൾ അതും ബൂത്തിൽ കിടക്കണം. അപ്പോൾ അർജൻറ്റ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നമുക്ക് എന്തായാലും എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ ഒന്നും വേറെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാൻ എന്തായാലും പറ്റില്ല. കാരണം എല്ലാ പണിക്കാരും നല്ല തിരക്കിലാണ്. പണിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമൊക്കെ പറ്റണമെങ്കിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇന്നത്തെ വണ്ടി ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ CarJJ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ 1,00,000 സബ്സ്ക്രൈബർ ആയിരിക്കണം. 1,00,000 സബ്സ്ക്രൈബർ, വളരെയധികം സന്തോഷം. അപ്പോൾ ഇനി ഗാരേജിൽ എത്തിയിട്ട് അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ വർക്കിംഗ് പ്രോഗ്രസും സ്റ്റാറ്റസൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാരേജിലുള്ളവരോട് ഞാൻ പറഞ്ഞു നമ്മുടെ 1,00,000 സബ്സ്ക്രൈബർ ആയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഗാരേജ് നടത്തണമെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളവിടെ വർക്ക് ചെയ്യണ നമ്മുടെ ചേട്ടന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവരുള്ള കാരണമാണ് നമ്മൾ ഈ ചാനൽ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗാരേജ് നല്ലതെന്ന് പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതിപ്പോഴും നമ്മുടെ കരുപ്പടനയിലെ ടീമാണ്. ഇത് ബാബുവേട്ടൻ, രാജേഷേട്ടൻ, അഖിൽ, രവിച്ചേട്ടൻ, വിവേക്, നമ്മുടെ പ്രകാശേട്ടൻ ആണ് ഏറ്റവും സീനിയർ കേട്ടോ. ഇപ്പോൾ ഇതിൽ വെച്ചിട്ട് ഏറ്റവും സീനിയർ പ്രകാശേട്ടനാണ്. ഇത് ആനന്ദ്, അതേപോലെ തന്നെ അമാൻ, അരുൺ ഭായ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചിലവ് എന്നിട്ട് പ്ലാൻ ചെയ്തത് അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം നമുക്ക് നാളെ ഒരു വണ്ടി കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇനി ബാക്കി വീഡിയോയിലേക്ക് പോകും. പിന്നെ നമ്മൾ CarJJ വേർഷൻ 2 ഞാൻ പോകുന്നുണ്ട്. കാരണം അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാം. കാരണം ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ല, നാളെ ഒരു വണ്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റേതായ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു ആളെ വിട്ടുപോയി. നമ്മുടെ ടോം ഇവിടെ ഇല്ല. അവൻ നേപ്പാളിൽ കറങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ നിലവിൽ ഇപ്പോൾ ഇവിടെ ഇല്ല. അവൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നല്ല സന്തോഷമാവും. അതേപോലെ തന്നെ നമ്മുടെ ജിസ്വിൻ, ജിബു, ലൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ CarJJ വേർഷൻ 2 അപ്പോൾ അവിടേക്ക് വൈകിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഈ വണ്ടിയുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഓട്ടത്തിലാണ് ഞാനിപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു വണ്ടി ഇന്ന് ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമറല്ല, വർക്കേഴ്സ്, പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ എത്തിക്കട്ടെ, അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗാരേജിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് തിരിച്ചിപ്പോൾ വണ്ടി ഒരെണ്ണം ഡെലിവറി ചെയ്തിട്ടോ. ഒരു കാർണറ്റ് വണ്ടി അതിൻ്റെ ഇടയിൽ നമ്മൾ ഡെലിവറി ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നാളെ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനുണ്ട്. അതിൻ്റെ വർക്ക് ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ ടൈപ്പ് മിറർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ സംഭവം. അപ്പോൾ അത് വാങ്ങാനായിട്ട് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ക്രിസ്റ്റയുടെ ബീഡിങ്ങും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അതിന് ശേഷം ഞാനിപ്പോൾ ഗാരേജിൽ എത്തിയിട്ട് ഗാരേജ് വിശേഷങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്സും കാര്യങ്ങളെല്ലാം വാങ്ങി വന്നു. അതേപോലെ തന്നെ ആ പാർട്സും സാധനങ്ങളെല്ലാം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നാളെ ഡെലിവറി ചെയ്യാനുള്ള വണ്ടിയുടെ ഓവർ ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2006 മോഡൽ ഇന്നോവയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ Type 4 കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്ത് ഏകദേശം വർക്ക് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ നാളെ വെളുപ്പിന് ഒരാൾ ഓവർ ടൈം ചെയ്തിട്ട് അതിൻ്റെ പോളിഷും കാര്യങ്ങളെല്ലാം തീർക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഗാരേജിൻ്റെ കാര്യം. നമുക്ക് ഗാരേജ് വേർഷൻ 2, അതായത് CarJJ നമ്മുടെ പുത്തഞ്ചിറയിലുള്ള ഗാരേജിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊരു ഹോണ്ട സിറ്റിയും ടച്ചപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നാളത്തെ വ്ളോഗും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളിത് വൈകിട്ട് 8 മണി ആയിട്ടുണ്ട്. നമ്മളത് CarJJ
6 മണി വരെയാണ് ഓവർ ടൈമൊക്കെ ഇടുന്നത്. അപ്പോൾ അതേ CarJJ വേർഷൻ 2 നമ്മുടെ പുത്തൻചിറയിലുള്ള ഗാരേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ 8 മണിയൊക്കെ ആയി. എന്നിട്ട് പോലും വണ്ടി ഡെലിവറി ചെയ്യാൻ ആൾ എത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് കൊടുക്കേണ്ട വണ്ടിയാണ്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. അതെ റിറ്റ്സ് ആണ്. അതേ അടിച്ചിരിക്കുന്നത് പേൾ വൈറ്റ് ആണ്. അലോയിലും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. വെതർ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറയണം. പക്ഷേ ഇനിയിപ്പോൾ വെതർ സ്ട്രിപ്പ് മാത്രം സെറ്റ് ചെയ്ത് നടക്കുള്ളൂ. പ്ലാപ്പും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഈ നേരമായതുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് നടക്കില്ല. വണ്ടി ഇത് ഫുള്ളായിട്ട് തന്നെ പേൾ വൈറ്റ് അടിച്ചു. ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു കേട്ടോ. ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ ഇത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ പറ്റണേ ഞാൻ കാണിച്ചു തരാം. സൈഡിൽ ആ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഒരു സിൽവർ വണ്ടിയായിരുന്നു. അത് ഫുള്ളായിട്ട് പേൾ വൈറ്റ് അടിച്ചു. സെൻറ്റർ പിയാനോ ബ്ലാക്ക് അടിച്ചു. മിറർ പിയാനോ ബ്ലാക്ക് കൊടുത്തു. അതേപോലെ അലോയിലും പിയാനോ ബ്ലാക്ക് അടിച്ചിട്ട് ഇവിടെ ഫൈനൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കൺവേർഷന് വേണ്ടി വന്ന ഒരു വണ്ടിയായിരുന്നു. പിന്നീട് അവർ കൺവേർഷൻ വേണ്ട ക്യാൻസൽ ചെയ്തിട്ട് നോർമലായിട്ടുള്ള പെയിൻറ്റിങ്. പക്ഷേ ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലുക്ക് തന്നെ എനിക്കിഷ്ടമായിട്ടുണ്ട്. കാരണം ഈ ഒരു ബമ്പർ നല്ല രസമുണ്ട്. ഫുൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഉഷാറായി കൂട്ടപ്പനായിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ എല്ലാവരുടെയും ചോദ്യമായ ടവേറല്ല സ്കോർപ്പിയോ ഇവിടുത്തെ വർക്ക് ഏകദേശമായി നിൽക്കുന്നു. ഫൈനൽ വീഡിയോയിൽ ശരിക്കും കാണിക്കേണ്ടത്. എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്താ ഇതിൻ്റെ അവസ്ഥയൊക്കെ. ഈ ഒരു ഇതായി നിൽക്കുന്നു കേട്ടോ. ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യണം, ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യണം, വാറ്റ് സപ്ലൈ ചെയ്യണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കായി നിൽക്കുന്ന വണ്ടി. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരണമെങ്കിൽ ബാക്കിൽ കുറച്ച് സെറ്റിങ് ഫുള്ളായിട്ടുള്ള അത് വേറെ ഒന്നുമല്ല. നമ്മുടെ ഇവിടെ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റായിട്ട് ഒരു ക്രോമ് വരും. ആ ഒരു പാനൽ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ ഡിലേ വന്നതെന്നാണ്. കാരണം ഇതിപ്പോൾ എങ്ങനെ വന്നാലും 2-3 ദിവസത്തെ പണിയും കൂടി ഉള്ളൂ. സെറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം റെഡിയായിട്ട് കിട്ടണമെങ്കിൽ, ഇപ്പോഴല്ല റെഡിയായിട്ട് കിട്ടണമെങ്കിൽ. പക്ഷേ സാധനം കിട്ടാത്ത കാരണമാണ് കേട്ടോ ഡിലേ വരുന്നത്. അപ്പോൾ അതങ്ങനെ. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു വണ്ടി അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസ് അടിച്ചിട്ട് ഫൈനൽ ആയിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു വണ്ടിയാണ് കേട്ടോ. ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. അലോയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തത് ഫൈനൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വഴിയെ കാണിച്ചു തരാം. പിന്നെ നമ്മളുടെ ബൂത്തിൽ പോകണമെങ്കിൽ ഒരു വണ്ടി അവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അത് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളെ നമുക്ക് നമ്മുടെ അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസ് തന്നെ ഈ സെയിം കളർ തന്നെ അടിച്ചിട്ട് ഒരു വണ്ടി ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഇത് ഫൈനലായി വീഡിയോ കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗാരേജിലേക്ക് എത്തി. അപ്പോൾ ഗാരേജിൽ ഞാൻ പറഞ്ഞിരുന്നു വെളുപ്പിന് ഓവർ ടൈം ചെയ്തിട്ട് നമ്മുടെ അതിൻ്റെ വണ്ടിയുടെ അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസിൻ്റെ പോളിഷിങ് ഫുള്ളായിട്ട് തന്നെ തീർത്തിട്ടുണ്ട്. അതേപോലെ ഹോണ്ട സിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, പോളിഷിങ്ങൊക്കെ ഏകദേശം ആയോണ്ടിരിക്കുന്നു. ഏകദേശം ആയെന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തത്തിലുള്ള ബഫിങ് എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആകെ റൂഫ് ടോപ്പ് മാത്രമുള്ള അടിക്കാനായിട്ട് ഈ ഒരു ഫിനിഷിങ് ആയി നിൽക്കുന്നു കേട്ടോ. ഇന്നലെ വൈകുന്നേരം കണ്ട സൈഡൊക്കെ മാറ്റായിട്ട് കട്ട് ചെയ്തിട്ടേക്കാണ്. അതെല്ലാം ബഫിങ് തീർത്തു. പിന്നെ ടോപ്പ് ബാക്കിയുണ്ട്. അതേപോലെ നമ്മുടെ ഹോണ്ട സിറ്റി ഒരെണ്ണവിടെ ടച്ചപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഹോണ്ട സിറ്റി ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ബാക്ക് ബമ്പർ ഫുള്ളായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് നമ്മൾ. അതേപോലെ നമ്മൾ ഈ ഒരു ഡോറ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് പെയിൻറ്റ് ചെയ്തു. അതുപോലെ ബാക്കിലെ ബമ്പർ ഫുൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല, ഫ്രണ്ടിലെ ബമ്പർ ഫുൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കട്ടിങ് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് തന്നെ. കാരണം യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പോളിഷ് ചെയ്തിട്ട ഭാഗമാണ്, ബഫ് ചെയ്തിട്ട ഭാഗമാണ്. പക്ഷേ ഈ സൈഡ് കണ്ടോ മഞ്ഞച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പെയിൻ്റ് അടിച്ചതിൻ്റെ അല്ല കേട്ടോ. ഇത് യെല്ലോ ഷെയ്ഡ് വന്നു പോയണതാ. ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടില്ല. ഇത് ബോഡിയും ഉള്ള കളർ തന്നെയാണ്. അപ്പോൾ ആ മാച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുകയാണ്.
2 വണ്ടിയും വാഷിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. 2 വണ്ടിയും വാഷിംഗ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം വാഷിംഗ് ആയിട്ടുണ്ട്, വാഷിങ്ങിൽ പോവാണ്. അതേപോലെ തന്നെ ഈ ഒരു മിറർ കുറഞ്ഞ മിററാണ് കേട്ടോ, ഉള്ള കാര്യം പറയാം. 5000 രൂപ വില വരുന്ന മിററാണ്. 5000 ആണോ 400? 5000 രൂപ വില വരുന്ന മിററാണ്. പക്ഷേ നോ വാറണ്ടി, വൈബ്രേഷൻ ഉണ്ട് മിറർ. ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് 12 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാരും വെക്കരുത്, ഇത് കസ്റ്റമർ നിർബന്ധം പറഞ്ഞാൽ വെച്ച് വേണം. പിന്നെ നമ്മുടെ ഹോണ്ട സിറ്റി ഇവിടെ ഫുള്ളും ബഫിങ് ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വാക്സ് അപ്ലൈ ചെയ്യാനുണ്ട്, പക്ഷേ ബഫിങ് ഫുള്ളും കഴിഞ്ഞിട്ട്. അതെ അവിടെ ഈ ഒരു ബമ്പർ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ടച്ചല്ല ഈ ബമ്പർ ഫുൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫുള്ളായിട്ട് ബഫ് ചെയ്തു. ഈ ഒരു റണ്ണിങ് ബോർഡിൻ്റെ ഭാഗം അടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഫ്രണ്ട് ബമ്പർ ഫുൾ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡോറ് ഫുൾ അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വാഷിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ. നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ വർക്ക് ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നോർമൽ ഹെഡ്ലൈറ്റ്, നോർമൽ ടൈലൈറ്റ് ആയിട്ടുള്ള ഒരു കൺവെർഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു നോർമൽ സാധാരണ ഇതിലുള്ള ഒരു ഇൻഡിക്കേറ്റർ മിററാണ്, പക്ഷേ ഒറിജിനലല്ല. അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്. പിന്നെ കൃത്യമായിട്ട് ബീഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് വീല് നമ്മൾക്ക് പഞ്ചറാണ്, അപ്പോൾ അത് കസ്റ്റമർ ചേഞ്ച് ചെയ്തോളാന്ന് പറഞ്ഞാൽ ടയർ ഫുള്ളും ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് കാരണം ഈ വീൽ ഇട്ടിട്ടില്ല. എൻ്റെ ഫുള്ളും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്യാരേജിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. അപ്പോൾ ലേബറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഹോണ്ട സിറ്റിയുടെയൊക്കെ ഒന്ന് വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ആ സമയത്ത് വന്ന് നമ്മൾ വണ്ടി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അത് കാരണം ഹോണ്ട സിറ്റി ഫൈനൽ ചെയ്തിട്ട്, കാരണം ഹോണ്ട സിറ്റി നമ്മുടെ ഫ്രണ്ടിൻ്റെ 2 വണ്ടിയായിരുന്നു. അത് വാഷിങ് ചെയ്തു, നേരെ ഡെലിവറി ചെയ്തു. അതേപോലെ നമ്മുടെ ആ ഒരു അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺസ് എന്നുള്ള കളറ് കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായി, തമിഴ്നാട് വണ്ടിയായിരുന്നു, അതും ഡെലിവറി ചെയ്തു. അതേപോലെ 2-3 വണ്ടികൾ നമുക്ക് ഇന്ന് ഇവിടെ ഗ്യാരേജിലേക്ക് എത്തി. അത് കഴിഞ്ഞ് നമ്മളുടെ എല്ലാ വണ്ടിയുടെ വാക്സ് അപ്ലൈ ചെയ്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളുടെ വർക്കേഴ്സ് പോയത് ഒരു വാഗണർ വന്നിട്ടുണ്ടായിരുന്നു, 2 റണ്ണിങ് ബോർഡൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വണ്ടിയുടെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ടവേര വന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ട് റിമൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തലേദിവസം റിമൂവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ ഞാൻ വീട്ടിലെത്തി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വീഡിയോ നാളെ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നന്ദി പറയുകയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ഗ്യാരേജിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ കോൾ സെൻറ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഓക്കെ, ബൈ.